السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له واشهد ان سيدنا ونبينا محمد المصطفى صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. بسم الله ما شاء الله كان. إن يريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب وأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما. صدق الله العظيم. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും മുത്തമണികൾ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സ്റ്റേജിലുള്ള പണ്ഡിതന്മാരും സദസ്സിൽ ഉപരിസ്ഥരായ ഉമ്മ പെണ്ണന്മാരും ജ്യേഷ്ഠ അനുജന്മാരും അല്ലാഹു ഈ കൊടും ചൂട് സഹിച്ചു വന്നിരുന്ന് വീക്ഷിക്കുന്ന പ്രതിഫലം പ്രതീക്ഷിച്ചു വരുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ ഞാനിവിടെ കുറ്റി ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല പ്രസംഗിക്കാൻ. ഇപ്പൊ കുറെ നമ്മളെ യൂട്യൂബർമാരൊക്കെ ലൈനിൽ വരും കേട്ടോ. യൂട്യൂബർമാർ വന്നിട്ട് ഒരൊക്കെ വീട്ടിൽ പരിപാടി ഇങ്ങനെ കാണും. ആ സമയത്ത് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കേട്ടോ മാറിക്ക് തങ്ങൾ വന്നിട്ട് ബാക്കി മക്കളുടെ സാധ്യതയാണ്. മനസ്സിലായില്ല, യൂട്യൂബർമാർക്ക് ഇങ്ങനെ വീക്ഷിക്കും എന്റെ നാവിൽ നിന്ന് എന്താ വരുന്നത് അത് കേൾക്കാൻ വേണ്ടി കുറെ യൂട്യൂബർമാർ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ മരിക്ക നിങ്ങളെ പോറ്റാനുള്ളത് തരുന്നത്. അതെന്ത് അത് എന്നെ പറഞ്ഞാലും മക്കളെ തിന്നാൻ കൊടുക്കണം. അപ്പൊ ഇപ്പൊ പക്ഷെ എനിക്ക് ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് യൂട്യൂബർമാർക്കുള്ള ചാകരയാണ് വരാൻ പോകുന്നത്. നട്ടുകൊടുക്കണം. അല്ലാഹു നല്ല ഖൽബ് കൊടുക്കട്ടെ. ഓരോന്നും നമുക്ക് വെറുപ്പില്ല കേട്ടോ, ഒന്നും നമുക്ക് വെറുപ്പില്ല കേട്ടോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് KMIC തെയ്യോട്ടച്ചിറ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ ഉസ്താദ് അല്ലാഹു അദ്ദേഹത്തിന്റെ പാലത്തിലും ലോകം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഇന്നലെ ഒരു കുഴപ്പമില്ല, മിനിങ്ങാന്ന് ഒന്ന് ചെറിയ അസ്വസ്ഥ ആശുപത്രിയിൽ പോയി. ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. നഷ്ടമാണ് ആലിമീങ്ങളുടെ വിയോഗം ഈ സമുദായത്തിന് നഷ്ടമാണ്. അല്ലാഹു ഖബറിൽ അല്ലാഹു സന്തോഷം അല്ലാഹു നൽകട്ടെ. ആ സ്ഥാപനത്തിൽ എത്രയോ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അല്ലാഹു മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരെ അല്ലാഹു ഇറക്കി കൊടുക്കട്ടെ. ആമുഖമായിട്ട് പറയാനുള്ളത്, സലാത്തുൽ ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് 2 കുപ്പി തേന് വാങ്ങി കൈ പിടിക്കാൻ. ഓരോ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോഴും അതിൽ നമ്മൾ ഊതണം. അതിൽ ഊതിക്കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പലരും രോഗികളാണ്. അവസാനം സലാത്തുൽ ഫാത്തിഹ ഊതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ തേൻ നമ്മുടെ കയ്യിലോ അതിലോ കുടിക്കണം. കുടിക്കുന്നതോടുകൂടി ഇത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിൽ അല്ലാഹ് ഇവിടെ നിന്നുള്ള ശുഭയാക്കി തരട്ടെ. ഇന്നലെ മിനിഞ്ഞാന്ന്
ഒരുപാട് ആള് കണ്ടിട്ടുണ്ട്. മിനിമാന്ന് ഒരു പൊന്നുമോനെ കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ മാസം ഒരു പൊന്നുമോനെ കൊണ്ടുവന്നിരുന്നു കുടുംബം. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോന് ദുആ ചെയ്യണം, എന്റെ മകന് ദുആ ചെയ്യണം. ഇന്നലെ വന്ന ഒരാൾക്കാർ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആ പെണ്ണുങ്ങളൊക്കെ വർത്താനം പറയണം, ശ്രദ്ധിച്ച് കേട്ടോളി. ഇന്റെ നാവിന്ന് വരുന്നത് കുറച്ചുകൂടി അവിടെ തങ്ങൾ പദങ്ങൾ പറഞ്ഞോ, എല്ലാത്തൊരു തങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കേട്ടോളി കേട്ടോ. ഈ സ്വലാത്ത് ഞാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. ഈ 4 കൊല്ലം ഞാൻ അനുഭവിച്ചത് ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. കൊടുക്കണ്ടേ? ആദ്യം ഞാനൊരു കാര്യം പറയാം, ഇന്നെ തകർക്കാൻ കഴിയില്ല, ഇന്ന കഴിയില്ല. റബ്ബ് കൂടുള്ള കാലം ഉള്ള കൂടുള്ള കാലം ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് കൊണ്ട് നേരെ എന്നോട് കുറെ ഉസ്താദുമാർ ചോദിച്ചു, നല്ല ചങ്ങലാണ് എന്താ അവിടെ ഇത്ര ജനം മലക്ക് വരുന്നുണ്ട് വെച്ച്. മലക്ക് വരുന്നുണ്ട് ഉണ്ട്, മലക്ക് റഹ്മത്തിന്റെ മലക്ക് മേലെ കൊടുക്കാൻ ഇറങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു 10 മിനിറ്റ് പറഞ്ഞു കേട്ടോ. അല്ലാഹു എല്ലാവർക്കും ക്ഷമയോടെ കേൾക്കാം, ഇത് കേട്ടോ കേട്ടോ. എന്റെ അമ്മമാര് ഫോൺ വിളിച്ചിട്ട്, ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല, എന്റെ പണിക്കാരെ വിളിച്ചിട്ട് തന്നപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറയും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ. താമസമല്ല എന്റെ അമ്മമാർ, എന്റെ കുട്ടിനെങ്ങനെ ആളുകളെ പറയുമ്പോഴേക്ക് വിഷമാണ്. എന്റെ അമ്മമാർ അല്ലാഹു പാവങ്ങൾക്ക് അല്ലാഹു ആഫിയത്ത് കേട്ടോ. അപ്പോ ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങളും വിളിക്കും. ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ വെച്ചിട്ടുണ്ട്, അത് എന്നെ സംബന്ധിച്ച വിഷയമാണ്. ഞാനത് ഈ ചെവിക്കൂടെ ചെവിക്കൂടെ മനസ്സിലായി. അള്ളാഹ്ക്കല്ലാതെ ഒരാൾക്ക് തകർക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ മുന്നേ ഇന്നലെ ഞാൻ ലൈവ് പറഞ്ഞു, കൂടപ്പറപ്പിങ്ങൾക്ക് കൊട ആർക്കൊക്കെ ഉണ്ടെന്ന് അറിയാൻ. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. കുറെ കുറവാണ്, കുറച്ചുകൂടി പിള്ളേർ പൊക്കി കുറെ പിടിച്ചോളി കേട്ടാ. ഞാൻ വാങ്ങിത്തരുമെന്ന് വിചാരിച്ച് കുറെ കൊണ്ടുവന്നിട്ടോ. ഞാൻ തമാശ പറഞ്ഞു കേട്ടോ. അത് നമ്മളവിടെ വീട്ടിൽ ചികിത്സക്ക് ആള് വരികയാണ്. ഒരുപാട് ജനമുണ്ടാവും ഒരു ദിവസം. 1500 ആള് ഇന്ന് കേരളത്തിലെ ഒരു വീട് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നേരെ കുറക്കാട് എന്റെ വീട് 100 ആൾ തങ്ങപ്പെടുന്നു. അല്ലേ ഇതറിയാം നമുക്കറിയാം പറയും. അങ്ങനെ ഞാൻ എന്താക്കി ഒരു ദിവസം ജനങ്ങളിങ്ങനെ നിറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു, 10 മണിക്ക് കഞ്ഞിണ്ട്, എല്ലാവരും കുടിക്കുന്നുണ്ട്, രാവിലെ ചായ ഉണ്ട്. ഒരു ദിവസം അവിടെ ഭക്ഷണം നല്ലൊരു ചെലവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ തമാശക്ക് എന്ത് രാവിലെ ചായ ജനങ്ങൾക്കൊക്കെ ചായ, അത് കഴിഞ്ഞ 10 മണിക്ക് കഞ്ഞി, ഉച്ച വരെ ഒരു 2 മണി. ഞാൻ പറഞ്ഞു പിന്നെ 10 മണിക്ക് കഞ്ഞിയുണ്ട്, അത് കുടിക്കാനാണ്. അപ്പൊ കുറെ പെണ്ണുങ്ങന്മാര് കഞ്ഞി കുടിച്ചത് തങ്ങളാണ്. 2 മണിക്ക് ബിരിയാണി വിളമ്പുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആളുകളെ എങ്ങനെ നോക്കിവിടാ. 1 മണിയായിട്ട് ആൾക്കാർ തിരക്കില്ല, നോക്കുമ്പോൾ ബിരിയാണിക്ക് കത്തിക്കല്ലേ. ഞാൻ ഒരു തമാശ പറഞ്ഞാറ്. അപ്പൊ അതുപോലെ കൂടെ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഈ ചിരിയല്ലാതെ വേറൊന്നുമില്ല. നിങ്ങളെ സ്നേഹത്തിന് പകരം തരാൻ ഈ കുട്ടിന്റെ തമ്മിൽ ഈ ചിരിയല്ലാതെ വേറൊന്നും ഞങ്ങൾ ധാരണ. അപ്പോ ഇതാ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മള് തേന് വാങ്ങണം. ഒരു കുട്ടിനെ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ മാസം. ഞാൻ കണ്ടിട്ട് കഴിഞ്ഞു പോയി. ആ കുട്ടിന്റെ ഹാർട്ട് വലിയൊരു മുറി. എന്നിട്ട് ആ കുട്ടി ഒരു ഇതിങ്ങനെ ഇട്ടിങ്ങനെ കാണിച്ചു തന്നപ്പോ അതിന്റെ ഓൾസ് കാണി കരഞ്ഞുപോയി. ഉമ്മാനോട് പറഞ്ഞ് ഭയപ്പെടണ്ട, ഉമ്മമാരെ ദുആക്ക് ഇജാബത്തുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോ എന്നോട് പറഞ്ഞു. വേറെ ഇവിടുന്ന് ഒരു കഷ്ണത്തിൽ വെക്കണമെന്നാണ് നമ്മൾ പേടിച്ചില്ല. അല്ല പരാജയപ്പെടുത്തില്ല. ഇന്നലെ ആ കുട്ടിനെ എൻ്റെ അടുത്ത് കൊണ്ടിട്ട് പറഞ്ഞു, എന്നെ അറിയിച്ചു കുട്ടി, എന്നെ അറിയിച്ചു. ഞാൻ ഇവിടെ കണ്ട് പരിചയമുണ്ടല്ലോ. എന്നാല് അന്ന് ഉമ്മ പറയാ, എന്റെ കുട്ടിനെ ഓൾസായി കൊണ്ടുവന്നത് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നില്ല, അമ്മുടി അടങ്ങുകയാണ്. അങ്ങനെ കുറെ ആൾക്കാർ കണ്ടിട്ടില്ല, കുട്ടികൾ കുറെ കുട്ടികൾ കണ്ടല്ലോ. പൊന്നുമോട്ടുള്ള ആഫിയത്തിലായിട്ടെ കേട്ടോ. അപ്പൊ അതെന്താ സലാത്തിന്റെ പവനാണ്.
സ്വലാത്തിന്റെ പവന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ